ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഷാർജ കാർ മ്യൂസിയത്തിലാണ് കേട്ടോ ഉള്ളത്. ഷാർജ ക്ലാസിക് കാർ മ്യൂസിയത്തിലുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചിട്ട് വിചാരിച്ചു ഞങ്ങളിന്ന് ഷാർജയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ പഴയ കുറേ വിൻറ്റേജ് കാർസും കാണാൻ എല്ലാം ഉണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത്. കുറച്ച് ഷാർജ എയർപോർട്ടിൻ്റെ അടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഈ കാണുന്നതാണ് ഷാർജ ക്ലാസിക് കാർ മ്യൂസിയമാണ്. സോ നമുക്ക് എന്തായാലും കണ്ടു നോക്കി നോക്കാം അതിൻ്റെ എങ്ങനെയുണ്ടെന്നും പിന്നെ എത്ര റേറ്റ്സ് വരുന്നൊക്കെ നോക്കി നോക്കാം. ഐ മീൻ വണ്ടി റേറ്റ്സ് എല്ലാം ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ പറഞ്ഞു തരാം. ടൈമിങ്സ് കാണാൻ എഴുതിയിട്ടുണ്ട്. സാറ്റർഡേ ടു തേഴ്സ്ഡേ 8 AM to 8 PM, ഫ്രൈഡേ 4 PM to 8 PM ആണ് ടൈം വരുന്നത്. കണ്ടില്ലേ, ഇവിടെ കുറച്ച് വിൻറ്റേജ് കാർസ് ഉണ്ട്. കണ്ടില്ലേ, 1, 2, 3, 4, 5 ശേഷം 5ഓളം പഴയ വിൻറ്റേജ് കാർസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ അതിൻ്റെ എല്ലാ കാരണമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കാണുന്നത് ഡോഡ്ജിൻ്റെ മോഡലാണ്. 1916 മുതൽ 16 ഉള്ള കാലഘട്ടങ്ങളുള്ള വണ്ടിയാണ്, USA. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത് കാണുന്നത് ഫോർഡിൻ്റെ മോഡൽ ടി സ്പെഷ്യൽ വണ്ടിയാണ്. കണ്ടില്ലേ, 1917 to 20 കാലങ്ങളിലുള്ളതാണ് ഈ വണ്ടി. പിന്നെ ഇപ്പോൾ കാണുന്നത് അടുത്ത് കാണുന്നത് ഫോർഡ് ടി 1919 മുതൽ 1927 മോഡൽ വരെ കാണുന്നതാണ് ഈ ഫോർഡിൻ്റെ ഈ വണ്ടി. ഇതൊക്കെ USA ആണ്. അടുത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഫോർഡ് മോഡൽ ടി മോഡിഫൈഡ് 1918 മോഡലാണ് ഇത്. ഈ വണ്ടി കണ്ടില്ലേ, 18 മോഡലാണ്. അതുപോലെ ഈ കാണുന്നതാണ് വില്ലീസ് ഓവർലാൻഡ് മോഡൽ 4A പറഞ്ഞിട്ട്. ഇത് 1922 കാലഘട്ടങ്ങളിലുള്ളതാണ്. അതിൻ്റെ റേറ്റ്സ് കാരണം എല്ലാം ആ സമയത്തുള്ള റേറ്റ്സ് കാരണം എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് വണ്ടി. വണ്ടികളുടെ മോഡൽസും ഇയേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കാണുന്നത് ഫോർഡാണ്. അതുപോലെ ഇത് കണ്ടുകൊടുക്കുന്നത് ക്രൈസ്ലറിൻ്റെ വണ്ടിയാണ്. ഒക്കെ നമ്മൾ കാണാത്ത പഴയ വിൻറ്റേജ് കാർസ്. ഇത് ഫിയറ്റിൻ്റെ വണ്ടിയാണ്, കണ്ടില്ലേ, ഇത് ഫിയറ്റാണ് ഉള്ളത്. അതേപോലെ ഇത് കാണുന്നത് മെർസിഡീസ് ബെൻസ് ആണ്. മെർസിഡീസ് ബെൻസിൻ്റെ 220 എന്ന മോഡലാണ്, ജർമ്മൻ. 1936 കാലഘട്ടങ്ങളിലുള്ള വണ്ടിയാണ്. പിന്നെ ഇത് കണ്ടിരിക്കുന്നത് ഷെവർലെ മാസ്റ്റർ 2 ഡോർ വണ്ടിയാണ്. ഇത് കണ്ടില്ലേ, ഇത് 2 ഡോറാണ് വണ്ടി. 2 ഡോർ വണ്ടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് കാണുന്നത് ഇതും മെർസിഡീസ് ബെൻസിൻ 220. ഇത് 1939 മോഡലാണ്. ഒക്കെ നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ്. കാരണം കണ്ടില്ലേ, ഇത് നമ്മൾ ഒരിക്കലും കണ്ടിട്ടുണ്ടെന്ന് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇത് പാക്കാഡ് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഞാൻ കേൾക്കാത്ത ബ്രാൻഡാണ് ഇത് വണ്ടി ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊക്കെ ആ ഒരു ബ്രാൻഡിൻ്റെ വണ്ടിയാണ് കേട്ടോ. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാഗ്വറാണ്. ജാഗ്വറിൻ്റെ UK ബേസ്ഡ് വണ്ടിയാണ്. UK ബേസ്ഡ് 1957 മോഡലാണ്. ജാഗ്വർ മാർക്ക് മോഡൽ നെയിം വരുന്നത്. ഇത് 4 ഡോർ വണ്ടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഗിഫ്റ്റ് ഫ്രം ഒമർ സൺസ് ആൻഡ് ഖനീം ഓഫ് മിസ്റ്റർ ഖാലിദ് അൽ മുഹ്രിബി എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇതൊക്കെ ഇത് കമ്പനി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഇത് ഷെവർലെയുടെ ഡീലക്സ് പറഞ്ഞ മോഡലാണ് ഈ കാണുന്നത്. അതേപോലെ ഈ കാണുന്നതും ഷെവർലെ. ഇതൊക്കെ ഷെവർലെയുടെ വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ ഷെവർലെറ്റാണ്. ഇത് കണ്ടേ, ഇത് കാണുന്നത് ഫോർഡിൻ്റെ വണ്ടിയാണ് കേട്ടോ. അതുപോലെ ഇത് ഡോഡ്ജിൻ്റെ വണ്ടിയാണ്. അത്യാവശ്യം നല്ല നീളം കൂടിയ വണ്ടി. നമ്മൾ മൂവീസിലൊക്കെ പഴയ മൂവീസിലൊക്കെ കാണുന്നൊരു ടൈപ്പില്ലേ, ഭയങ്കര നീളം കൂടിയ ഒരു വണ്ടിയാണ്. ഇത് ഡോഡ്ജ് കോസ്റ്റ്യൂം റോയൽ പറഞ്ഞ വണ്ടിയാണ്. 1957 to 1958 USA ആണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഓരോ ഡിസ്ക്രിപ്ഷൻസ് കാരണം കൊടുത്തു. ചെറിയൊരു ബ്രീഫ്, ചെറിയൊരു ഹിസ്റ്ററി കാരണം എല്ലാം അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ അടുത്ത് കാണുന്നത് കാഡിലാക്കാണ്. കാഡിലാക്കിൻ്റെ ഫ്ലീറ്റ് വുഡ് പറഞ്ഞ മോഡലാണ്. നമ്മൾ ഇഷ്ടം പോലെ കാണാത്ത മോഡൽസ് ഇവിടെ കിട്ടും കേട്ടോ. അത് നമ്മൾ കേൾക്കാത്ത കുറേ പേരുകളൊക്കെ ഉണ്ട്. ഇതും ക്രൈസ്ലറിൻ്റെ വണ്ടിയാണ്. ക്രൈസ്ലർ ഇത് കണ്ടില്ല, ഇത് അടിപൊളിയുണ്ടല്ലേ. ഇത് നെയിമും കാണാതൊന്നും കൊടുത്തിട്ടില്ല. ഇവിടെ അതിൻ്റെ നെയിമും കാണാനൊന്നും കൊടുത്തില്ല തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഏതാ വണ്ടി നമുക്കറിയില്ല. പക്ഷെ ഇത് ഒരു ട്രക്ക് മോഡൽ വണ്ടിയിലാണ്. ട്രക്ക് ഇവിടെ അതിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ടോ സംശയമുണ്ട്. ഡയമണ്ട് എന്ന നെയിമിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏതാ വണ്ടി നമുക്കറിയില്ല. പക്ഷേ ഇത് അടിപൊളിയുണ്ടല്ലേ, ഭയങ്കര ട്രക്ക് തന്നെ. നമ്മുടെ ട്രക്ക് കണ്ടില്ലേ, ഇത് നമ്മൾ ചില പഴയ ഇംഗ്ലീഷ് ചില മൂവീസിലൊക്കെ ഇങ്ങനത്തെ ഒരു ബേസ്ഡ് വണ്ടി കാണാറുണ്ട്. അതിൻ്റെ ബാക്കി ചാസി കാണലെല്ലാം കാണുന്നുണ്ട്, ടയേഴ്സ് എല്ലാം കണ്ടില്ലേ, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ.
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലൈമൗത്ത് കസ്റ്റം സബർബൻ 1959 USA മോഡലാണ്. കണ്ടില്ലേ, ഭയങ്കര ലെങ്ത്തുള്ള വണ്ടിയില്ല, കണ്ടില്ലേ? ഇത് 4 ഡോർ വണ്ടിയാണ്. ബാക്ക് സീറ്റിലും ഐ മീൻ ആറ്റ് റിയറിൽ ബൂട്ടാണ്, കണ്ടില്ലേ? ബൂട്ട് സ്പേസൊക്കെ കണ്ടില്ലേ? പക്ഷേ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ് കേട്ടോ, കണ്ടില്ലേ? സൂപ്പറാണല്ലേ വണ്ടി. ആ ഒരു ഡ്യുവൽ ടോൺ പാറ്റേൺ ആയാലും എല്ലാം നല്ല ഭംഗിയുള്ള കുറച്ച് മോഡൽസ് അല്ലേ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് MGയുടെ മോറിസ് ഗാരേജിൻ്റെ വണ്ടിയാണ്. നമ്മളെ MG എക്ടറില്ല, ആ ബ്രാൻഡിൻ്റെ MGയുടെ വണ്ടിയാണ്. ഏകദേശം നമ്മൾ നമ്മളെ പഴയ ഫിയറ്റിൻ്റെ ഒക്കെ ഒരു ഹെഡ്ലൈറ്റ്സ് ഒക്കെ കാണാൻ അങ്ങനത്തെ ഡിസൈനാണ്. MGB ടൂറ പറഞ്ഞ മോഡലാണ്. 1974 വണ്ടിയാണ് കേട്ടോ ഇത് കാണുന്നത്. മോറിസ് ഗാരേജ് വണ്ടിയാണ്. ഇത് കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് അല്ലേ പറയാം അല്ലേ, കാണുമ്പോൾ ഡിസൈൻ കാണുമ്പോൾ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് പോലെ MGയുടെ വണ്ടിയാണ് ഇത്. പിന്നെ അത് 3 MGയുടെ വണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്കോഡയാണ്. സ്കോഡേൻ്റെ ഫെലിസിയ പറഞ്ഞ ബ്രാൻഡാണ്. 1960 നെയിമാണ്. 1961 മോഡലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇത് കാണുന്നത് ട്രയംഫാണ്. നമ്മൾ ട്രയംഫിൻ്റെ ബൈക്കൊക്കെ കേട്ടിട്ടുണ്ട്. ആ ബ്രാൻഡിന് ട്രയംഫ് TR3 പറഞ്ഞ മോഡലാണ്. അതും 1961 മോഡലാണ്. UK ആണ് വണ്ടി ഇരിക്കുന്നത്. ഇത് ട്രയംഫ് മോട്ടോർ കമ്പനി കാർസ് മേക്കാൻ തുടങ്ങിയത് 1923 അപ്പോൾ അവർ ആ സമയത്ത് 1960-70 കാലഘട്ടങ്ങളിൽ കുറേ സ്പോർട്സ് കാർസാണ് അവർ മീൻസ് ഭയങ്കര നോട്ടീസ് ചെയ്ത കുറച്ച് സ്പോർട്സ് കാർസ് അവർ ഇറക്കിയായിരുന്നു. അതിലൊരു വണ്ടിയാണ് TR3. പിന്നെ കാരണം ഇപ്പോൾ BMW കീഴിലാണ് ട്രയംഫ് ബ്രാൻഡ് ഉള്ളത്. അതിൽ എഴുതിയിട്ടുണ്ട് BMW കറൻ്റ്ലി ഓൺസ് ദ ട്രയംഫ് ബ്രാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ. അതേപോലെ ഇത് ഏതാ വണ്ടി നമുക്കറിയില്ല കേട്ടോ, ഇതിൽ നെയിമും കാണാനൊന്നും എഴുതിയിട്ടില്ല. ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ട്, ഷാർജ ക്ലാസിക് കാർ, അത് മ്യൂസിയത്തിൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇത് ഉണ്ടോ, ഇത് സ്കൈലൈൻ ലിമിറ്റഡ് വേർഷനാണ്. ഇത് നമ്മുടെ നിസാൻ്റെ സ്കൈലൈനാണ് തോന്നുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇത് നമ്മളുടെ ലാൻഡ് റോവറാണ് കാണുന്നത്. നമ്മൾ ബേസിക്കലി സം ഓഫ് ദ ചെറിയ മോഡൽസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതും ലാൻഡ് റോവറിൻ്റെ പഴയ മോഡലാണ്. ഇത് ലാൻഡ് റോവറിൻ്റെ ഐ തിങ്ക് ഇത് നല്ല ഓൾഡായിരിക്കും, കാരണം 1978 കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ലാൻഡ് റോവറിൻ്റെ സ്റ്റേഷൻ വാഗൺ പറഞ്ഞ മോഡലാണ്. ഇതതിൻ്റെ ഐ തിങ്ക് ലാൻഡ് റോവറിൻ്റെ പഴയ കാലത്ത് എഞ്ചിനും കാരണമെല്ലാം ആണ് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു, കണ്ടില്ലേ? ഇതൊരു അടിപൊളി സെക്ഷനായില്ല. ഇത് ആംബുലൻസ് ഒന്നും അറിയില്ല, ഇത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ആംബുലൻസ് ആണ്. 1985 മോഡലാണ്, ആംബുലൻസ് ആണ്. അതുപോലെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും മെഴ്സിഡീസാണോ അറിയില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാഡിലാക്കാണ്. കാഡിലാക്കിൻ്റെ ആംബുലൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വലിയ ആംബുലൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഡോഡ്ജിൻ്റെ വണ്ടിയാണ്. ഇതും ഡോഡ്ജിൻ്റെ ഫയർ ട്രക്കാണ്, കാരണം ഫയർ ട്രക്ക് എഞ്ചിനാണ്. പിന്നെ അതേപോലെ തന്നെ ഇതും ഷെവർലെറ്റിൻ്റെ ടാങ്കർ ട്രക്ക് 6400 ടാങ്കർ ട്രക്കാണിത്. പിന്നെ ഇത് ഏതാ നമുക്കറിയില്ല കേട്ടോ, ഇത് ഏതാ വണ്ടി നമുക്ക് ബ്രാൻഡ് അറിയില്ല. നോക്കി നോക്കാം, നമുക്ക് ഏതാ ബ്രാൻഡ് നോക്കി നോക്കാം. സോറി, ഇത് നമ്മുടെ പഴയ ലാൻഡ് ക്രൂയിസർ കണ്ടില്ലേ? നമ്മളെ ഫ്രണ്ട് കണ്ടപ്പോൾ ഏകദേശം ഒരു രൂപം കിട്ടിയായിരുന്നു. ഇത് ലാൻഡ് ക്രൂയിസറാണ് കേട്ടോ. ഇത് മറ്റേ ട്രക്കിൻ്റെ ബാക്ക് സൈഡ് ഞങ്ങളൊക്കെ നോക്കി നോക്കൂ, അടിപൊളിയല്ലേ? ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഫോർഡ് മസ്താങ് 1967 മോഡൽ. നമ്മൾ വൺ ഓഫ് ദ ഫേവറേറ്റ് വണ്ടിയാണ്, ഫോർഡ് മസ്താങ് ആണ്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വണ്ടി. നാട്ടിലെങ്കിലും നമ്മളത് ഈ ഡിസൈൻ നമ്മളധികം കണ്ട ഡിസൈനാണ്. പിന്നെ കാണുന്നത് വോക്സ് വാഗനാണ്. പിന്നെ ഇത് ഓപ്പല തോന്നുന്നുണ്ട് ബ്രാൻഡ് കണ്ടത്. ഇത് ഓപ്പല തോന്നുന്നുണ്ട് കേട്ടോ ബ്രാൻഡ്. യെസ്, ഇറ്റ്സ് ഓപ്പൽ കാഡറ്റ് പറഞ്ഞ മോഡലാണ്. പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് PGO വണ്ടിയാണ്. ഇതാണ് നമ്മൾ നിസാൻ്റെ ഡാറ്റ്സൺ കേട്ടോ, ഡാറ്റ്സൺ. നമുക്ക് ഇപ്പോൾ നിസാൻ ഡാറ്റ്സൺ നമ്മൾ ഉടനെ റെഡി ഗോ ഒക്കെ ബ്രാൻഡിൽ ഡാറ്റ്സൻ്റെ ആണ്. ഡാറ്റ്സൺ നിസാൻ്റെ ബ്രാൻഡാണ്. പിന്നെ ഇത് സിട്രൻ്റെ ഡി സ്പെഷ്യൽ പറഞ്ഞ മോഡലാണ്, 1973 മോഡലാണ്. ഇപ്പോൾ സിട്രൻ കുറേ വണ്ടി നമ്മളെ നാട്ടിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ ഈ കാണുന്നതും മെഴ്സിഡീസ് ബെൻസാണ്. ഈ മോഡൽ നമ്മൾ ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിൽ തന്നെ കാണാൻ പറ്റുന്ന മോഡലാണ്. മെഴ്സിഡീസ് ബെൻസിൻ്റെ 250 മോഡൽ. ഇത് മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു പോലീസ് കാർ, പഴയ മോഡൽ പോലീസ് കാർ. ഈ മോഡൽ എസ്പെഷ്യൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കാണാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് മെഴ്സിഡീസ് ബെൻസിൻ്റെ. പക്ഷേ ഇത് 250 ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നമ്മൾ അടുത്ത് ഇനി കാണാൻ പോകുന്ന വണ്ടി ബ്രാൻഡ് പറയുന്നത് ഇത് സിട്രൻ്റെ CV2 പറഞ്ഞ മോഡലാണ്. നല്ല നൈസായിട്ട് ചെറിയൊരു കൂപ്പേ മോഡൽ വണ്ടിയില്ല, ഭയങ്കര ചെറിയ നല്ല ഒതുങ്ങിയ നല്ല ക്യൂട്ടായിട്ടുള്ള വണ്ടിയാണിത്. അതേപോലെ ഇത് കാണുന്നത് ഇത് ബ്രാൻഡ് ഏതാ മനസ്സിലാവുന്നില്ല കേട്ടോ, PUCH എന്താ എനിക്ക് പ്രൊണൗൺസിയേഷൻ അറിയില്ല, ഏതാ ബ്രാൻഡ് അറിയില്ല. കുറച്ചൊരു വലിയ വണ്ടിയാണ്. പിന്നെ ഇത് കാണുന്നത് ജീപ്പാണ്, ജീപ്പ് ബ്രാൻഡിൻ്റെ വണ്ടിയാണ്. കുറച്ചുകൂടി നല്ല ലെങ്ത്ത് കൂടിയൊരു വണ്ടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത അതേപോലെ ഇതാണ് നമ്മുടെ റോൾസ് റോയ്സിൻ്റെ പഴയ മോഡലാണിത്.
അതവർ സെപ്പറേറ്റ്ലി ഭയങ്കര ഒരു ലിമോയിസൈൻ മോഡൽ കണ്ടില്ലേ, ലെങ്ത്ത് കണ്ടില്ലേ, സെപ്പറേറ്റ്ലി വേറൊരു പാർട്ടീഷൻ ചെയ്ത് നല്ല റെഡ് മാറ്റിലൊക്കെ വിരിച്ചിട്ടുണ്ട്. കണ്ടില്ല, ഇത് ഭയങ്കര ഐ മീൻ നമ്മളാ മറ്റേ ടൈപ്പ് വണ്ടിയാണിത്. ഒരു ലിമോയിസൈൻ മോഡൽ വണ്ടിയാണ്. ലെങ്ത്തും കണ്ടില്ലേ, കാര്യങ്ങൾ കണ്ടില്ലേ. അതേപോലെ ഇവിടെ 1-2 മോഡൽസ് അങ്ങനത്തെ ഉണ്ട് കേട്ടോ. ലിമോയിസൈൻ മോഡൽ 1-2 മോഡൽസ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ നമ്പർ പ്ലേറ്റ്സ് കാണാനെല്ലാം ഇട്ടുണ്ട്. എൻ്റെ സംഭവം അറിയില്ല. കുറേ പഴയ കാലത്ത് ഈ വണ്ടികളിലൊക്കെ നമ്പർ പ്ലേറ്റ്സ് ആണ് തോന്നുന്നു, അറിയില്ല. നമ്മൾ നോക്കി നോക്കാം. അതായത് അജ്മാൻ, പിന്നെ UAE, ദുബായ്, ഷാർജ ഒക്കെ നമ്പർ പ്ലേറ്റ്സ് കാണാനെല്ലാം ഇവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് അടിയിലും കുറേ കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. എന്താ ലൈസൻസിൻ്റെ എന്താ അറിയില്ല, വാട്ടർ മനസ്സിലായിട്ടില്ല നമുക്ക് എന്താ സംഭവം എന്ന്. എന്തായാലും പഴയ കാലത്തെ നമ്പർ പ്ലേറ്റ്സ് കാണാനെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അടുത്ത് വേറൊരു ഐറ്റം വെച്ചിട്ടുണ്ട്, റോൾസ് റോയ്സിൻ്റെ. കണ്ടല്ലേ, ഭംഗിയാനെ നോക്കി നോക്കൂ, അടിപൊളി ഇല്ലേ, നല്ല സെറ്റപ്പ് വണ്ടി അല്ലേ. റോൾസ് റോയ്സിൻ്റെ പഴയ മോഡലാണ്. ഇവിടെ ഒരു കുറേ ബാഡ്ജസ് കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഓരോ ബർമ മോട്ടോർ അസോസിയേഷൻ, പിന്നെ ഓറിയൻ്റ് FC, എന്താ സംഭവം അറിയില്ല. കുറേ ഇതിൻ്റെ വേറെ ഡിസ്ക്രിപ്ഷൻസ് കാണാനൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. അത് നമ്മുടെ പഴയ കാലത്തെ റോൾസ് റോയ്സ് കണ്ടില്ലേ, കിടു വേണ്ടല്ലേ. അതിൻ്റെ വീൽസൊക്കെ നോക്കി നോക്കൂ, പെർഫെക്ഷൻ. ഇപ്പോൾ ഇൻറ്റീരിയറും കണ്ടില്ലേ. ഈ കാണുന്നത് ട്രക്കാണ് കേട്ടോ, ബെഡ്ഫോർഡ് പിന്നെ ട്രക്കാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ. വലിയ അടിപൊളി ട്രക്കാണ്. അതുപോലെ തന്നെ ബെഡ്ഫോർഡ് ബ്രാൻഡിൻ്റെ അനദർ ട്രക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടും വലിയ ട്രക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ട്രക്ക് എസ്പെഷ്യലി ഭയങ്കര ഹൈറ്റുള്ള ഹ്യൂജ് ആയിട്ടുള്ള ട്രക്കാണ്, കണ്ടില്ലേ. ഏകദേശം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ആ റേഞ്ച് റോവറിൻ്റെ ഇപ്പോൾ ഡിസൈൻ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ പഴയൊരു മോഡൽ കണ്ടില്ലേ. ഏകദേശം ആ ഒരു ഷേപ്പിനെ ഇപ്പം കൂടി കുറച്ചും കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. പഴയ റേഞ്ച് റോവർ HSE ആണ് മോഡൽ നെയിം. 1993 മോഡലാണ് തോന്നുന്നത്, കണ്ടില്ലേ. ഇത് BSAയുടെ മോട്ടോർ സൈക്കിള്, മോഡൽ S31 പറഞ്ഞാൽ സ്ലോപ്പർ മോട്ടോർ സൈക്കിൾ എന്ന് പറയാൻ പറ്റുക. പിന്നെ ഈ വണ്ടി നിങ്ങൾക്കറിയാം, നമ്മൾ ബൈസിക്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫയർ ആംസ് ടൂൾസൊക്കെ ഉണ്ടാക്കിയ കമ്പനിയാണ് BSA. ഇതും BSA അല്ല, ഇത് ഇന്ത്യ സ്കൗട്ട് മോട്ടോർ സൈക്കിൾ 1941 USA മോഡലാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത് കാണുന്നതും റോൾസ് റോയ്സിൻ്റെ മോഡലാണ്, കണ്ടില്ലേ. റോൾസ് റോയ്സ് ആണ് കേട്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആ ബാഡ്ജിങ് കാണാൻ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല റോൾസ് റോയ്സ് ആണെന്ന്. കുറച്ചും കൂടി വേറൊരു മാറ്റിലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് മെഴ്സിഡീസ് ബെൻസ് ആണ്. നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ നോക്കി നോക്കാം. ഇത് മെഴ്സിഡീസ് ബെൻസിൻ്റെ 600 പൾമാൻ പറഞ്ഞൊരു എഡീഷനാണ്. അതായത് ലിമോയിസൈൻ ടൈപ്പ് സാധനമാണ്. 1969 മോഡലാണ് ഇത് കാണുന്നത്. ഇത് കണ്ടില്ലേ. ഇതിനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ മെഴ്സിഡീസ് 600 were especially popular in this region given the renowned reputation of Mercedes brand, കണ്ടില്ലേ. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും അതായത് വേൾഡ്സ് സ്മോളസ്റ്റ് കാർ പീൽ ട്രൈഡിൻ്റെ തന്നെ പേര് വന്നിട്ടുള്ളത്. ഇതിൽ ആ മോഡലിൻ്റെ 5ാമത്തെ മേക്കിംഗ് ഉണ്ടാക്കിയ 5ാമത്തെ വണ്ടിയാണ് ഇതിരിക്കുന്നത്. പിന്നെ 1965 to 1966 ആണ് ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. ഏകദേശം 49 cc ആണ്. 4 bhp പവറുള്ളൂ. അപ്പം അത്രയും വലിയ വണ്ടി പോവുക. അതുപോലെ തന്നെ എൻജിൻ വരുന്നത് റിയർ എൻജിൻ ആണ് വരുന്നത്. എൻജിൻ വരുന്നത് റിയൽ വീൽ ഡ്രൈവ് ആണ്. 3 സ്പീഡ് ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മാക്സിമം സ്പീഡ് വന്നിട്ടുള്ളത് 45 km/h ആണ്. അതുപോലെ മെയ്ഡ് ഇൻ UK ആണ് വണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളെ ഈ ക്ലാസിക് മ്യൂസിയം ഷാർജത്ത് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഒരു എന്താ പറയുക 10 ദിർഹമാണ് പെർ ഹെഡിന് ചാർജ് വരുന്നുള്ളൂ. പക്ഷേ ഇങ്ങോട്ട് എത്തിപ്പെടാണെങ്കിൽ ടാക്സി വരുമ്പോൾ ഒരു 50-60 ദിർഹംസിൻ്റെ പൈസ വരും. ഞങ്ങൾ ഷാർജ വരുന്നതാണ് വണ്ടി കയറിയിരുന്നത്. പക്ഷേ ഷാർജ എയർപോർട്ടിൻ്റെ അടുത്താണ്. പക്ഷേ 10 ദിർഹംസിന് ഇത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വെർത്താണ്. കാരണം അത്രയും മോഡൽസ് ഉണ്ട് കാണാൻ. മീൻസ് ഒക്കെ നല്ല നല്ല അടിപൊളി മോഡൽസാണ്. നമ്മൾ കാണാത്ത ഇഷ്ടംപോലെ കാണാം. നമ്മൾ വിൻറ്റേജ് കാർസിൻ്റെ കളക്ഷൻസ് കുറേ സ്ഥലത്തുണ്ട്. പക്ഷേ ഞാനിവിടെ കണ്ടില്ല. സംഭവം ഇഷ്ടംപോലെ മ്യൂസിയങ്ങൾ വണ്ടികൾ ഉണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര ഒരു വെറൈറ്റിയാണ്. നമ്മൾ കാണാത്ത പഴയ നമ്മുടെ അറിയപ്പെടുന്ന പല ബ്രാൻഡ്സിൻ്റെയും പഴയ മോഡൽസും അത് പണ്ടത്തെ കാലത്ത് തന്നെ എത്ര മാത്രം അതിൻ്റെ ഒരു ക്വാളിറ്റിയും ലുക്കും എല്ലാം കാണാം. പിന്നെ എല്ലാ വണ്ടിയും ഇവിടെ ഭയങ്കര നീറ്റ്ലി മെയിൻറ്റെയിൻഡ് ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ ബൈ.